നമസ്കാരം. ലോകം പരിഭ്രാന്തിയോടെ ചിലവഴിച്ച ഒരു കാലം. രക്ഷിക്കപ്പെടാനാകാതെ പ്രിയപ്പെട്ടവർ മരിച്ചു വീണ സമയം. സംസ്കാര ചടങ്ങിന് പോലും പങ്കെടുക്കാൻ കഴിയാത്തൊരു ദുരവസ്ഥ. പട്ടിണിയും പരിവട്ടവുമായാലും പുറത്തിറങ്ങാതെ വീടിനുള്ളിൽ അടച്ചുപൂട്ടി മനമുരുകി ഒരു നല്ല നാളേക്കായി കാത്തിരുന്ന കാലം. അതെ, കോവിഡ് എന്ന് കേൾക്കുമ്പോൾ അത്ര സുഖമുള്ള ഓർമ്മകളല്ല നമ്മൾ ഓരോരുത്തർക്കും പറയാനുള്ളത്. വുഹാനിൽ നിന്ന് ചൈന അന്ന് പടർത്തിയത് ലോകത്തെ പിടിച്ചുകെട്ടാൻ തക്കവണ്ണം പ്രഹരശേഷിയുള്ള ആപത്തിനെ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു തീക്കളി ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 3 ദിവസത്തിനുള്ളിൽ ഒരാളെ കൊല്ലാൻ സാധിക്കുന്ന വൈറസിനെ സൃഷ്ടിച്ചിരിക്കുകയാണ് ചൈനയിലെ ശാസ്ത്രജ്ഞർ. ചൈനയിലെ ഹെബൈ മെഡിക്കൽ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാരാണ് എബോള രോഗപഠനത്തിന്റെ ഭാഗമായി ജനിതക മാറ്റം വരുത്തിയ വൈറസിന് രൂപം നൽകിയിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ എബോളയുടെ സ്വാധീനം അനുകരിക്കാൻ കഴിയുന്ന ഒരു മാതൃക ഉപയോഗിച്ച് രോഗത്തിന്റെ പുരോഗതിയും ലക്ഷണങ്ങളും അറിയുകയായിരുന്നു ലക്ഷ്യം. എബോള വൈറസിൽ നിന്നുള്ള ഗ്ലൈക്കോപ്രോട്ടീൻ വഹിക്കാൻ പരിഷ്കരിച്ച വെസിക്കുലാർ സ്റ്റൊമാറ്റിക്സ് വൈറസ് എന്നറിയപ്പെടുന്ന ഒരു വൈറസാണ് സംഘം ഉപയോഗിച്ചത്. എബോള വൈറസിന്റെ ചില ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഗവേഷകർ ജനിതക മാറ്റം വരുത്തിയ വൈറസിനെ രൂപപ്പെടുത്തിയതെന്നും പറയുന്നു. എലിവർഗത്തിൽപ്പെടുന്ന സിറിയൻ ഹാംസ്റ്ററുകൾക്കിടയിലാണ് ഗവേഷകർ പഠനം നടത്തിയത്. ജനിതക മാറ്റം ചെയ്ത വൈറസ് ഹാംസ്റ്ററുകളിൽ കുത്തിവച്ചപ്പോൾ എബോള മനുഷ്യരിൽ സൃഷ്ടിക്കുന്നതിന് സമാനമായ ലക്ഷണങ്ങൾ ഇവയും പ്രകടമാക്കി. ഈ ലക്ഷണങ്ങളിൽ അവയവങ്ങളുടെ തകരാർ, മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത് 3 ദിവസത്തിനുള്ളിൽ മൃഗങ്ങളുടെ മരണത്തിന് കാരണമാക്കുകയും ചെയ്തു. ചില ഹാംസ്റ്ററുകളുടെ കണ്ണുകളിൽ നിന്ന് സ്രവങ്ങളുണ്ടായി. അതവയുടെ കാഴ്ചയെ തകരാറിലാക്കുകയും ചെയ്തു. ഇത് എബോള രോഗികളിൽ കാണപ്പെടുന്ന ഒപ്റ്റിക് നാഡി വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷണമാണ്. ഹാംസ്റ്ററുകളുടെ മരണശേഷം വൈറസിന്റെ ആഘാതം വിലയിരുത്താനായി ഗവേഷകർ ഇവയുടെ അവയവങ്ങളും ശേഖരിച്ചിരുന്നു. ഹൃദയം, കരൾ, പ്ലീഹ, ശ്വാസകോശം, വൃക്ക, ആമാശയം, കുടൽ, മസ്തിഷ്കം എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക കോശങ്ങളിലാണ് വൈറസ് അടിഞ്ഞുകൂടിയതായി ഗവേഷകർ കണ്ടെത്തിയത്. ഇത് മനുഷ്യരിൽ എബോളയുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നിലധികം അവയവങ്ങളുടെ പരാജയമുണ്ടാക്കാനുള്ള വൈറസിന്റെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. എബോളയെ പോലുള്ള മാരക വൈറസുകൾ ബയോസേഫ്റ്റി ലെവൽ 4 വിഭാഗത്തിൽപ്പെടുന്ന ലാബുകളിലാണ് സൂക്ഷിക്കേണ്ടത്. BSL-4 ലാബുകളിൽ വായു കടക്കാത്ത ഹാസ്മറ്റ് സ്യൂട്ടുകളും ഹൈഗ്രേഡ് ഗ്ലൗസുകളുമാണ് ഗവേഷകർ ധരിക്കുന്നത്. വൈറസുകളും ബാക്ടീരിയകളും വായുവിലൂടെ പകരാതിരിക്കാനാണിത്. BSL-2 ലാബിലായിരുന്നു ചൈനീസ് പരീക്ഷണം. ചൈന നടത്തിയ ഈ തീക്കളി അല്പമൊന്ന് പാളിയെങ്കിൽ വീണ്ടും മറ്റൊരു വൈറസ് കൂടിയാണ് ലോകത്ത് പടർന്നു പിടിക്കുമായിരുന്നത്. എന്നാൽ ഇതുവരെ പരീക്ഷണം വിജയകരമാണെന്ന് ചൈന പറയുന്ന അറിവേ നമുക്ക് ലോകത്തിനുള്ളൂ. ലാബിനകത്ത് എന്താണ് സംഭവിച്ചത്? അത് മറ്റൊരു വിപത്തിനുള്ള കാരണമാകുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ ലോകം ആയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.